ഹലോ, നമസ്കാരം. മാന്യപ്രേക്ഷകർക്ക് ക്രിസ്ത്യൻ മാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുക്കുറ്റി എന്ന അതിപ്രാധാന്യമുള്ള ഔഷധ ഗുണമുള്ള ഒരു സസ്യത്തെ കുറിച്ചാണ്. അതായത് ഒരു ചെടി. ആ ചെടിയൊന്ന് നമുക്ക് പറിച്ചെടുക്കാം. പറമ്പിലൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്കൊന്ന് കളക്ട് ചെയ്യാം. ഇതാണ് മുക്കുറ്റി. അപ്പോ ഇതിന്റെ വിശേഷങ്ങൾ, ഇതിന്റെ ഔഷധ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് കാണാം. അതിന്റെ ഔഷധ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ വിവരിക്കാം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുക്കുറ്റി എന്ന ഒരു ഔഷധ ചെടിയെ കുറിച്ചാണ്. ബയോഫൈറ്റം സെൻസിറ്റീവം എന്ന ജനസിൽപ്പെട്ട ഒരു ചെടിയാണ് മുക്കുറ്റി. മുക്കുറ്റി എന്നും മുറികൂടി എന്നും ഇതിനെ പറയാറുണ്ട്. ഇനി മുറികൂടി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുറിവുണ്ടായാൽ ആ ഭാഗത്ത് അരച്ചു പുരട്ടിയാൽ പെട്ടെന്ന് മുറിവ് കൂടും. എത്ര പഴകിയ മുറിവാണെങ്കിൽ പോലും മുക്കുറ്റി ചേർത്ത് എണ്ണ കാച്ചി പുരട്ടിയാൽ അത് കംപ്ലീറ്റ് മാറിക്കിട്ടും. ഒരു ഉത്തേജക ശേഷിയുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. നമ്മുടെ നാഡീ ഞരമ്പുകൾ സമ്മേളിക്കുന്ന ഒരു പ്രധാന ഭാഗമാണല്ലോ നെറ്റി. അതുകൊണ്ട് തന്നെയാണ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കർക്കിടക മാസങ്ങളിൽ മുക്കുറ്റി ചാന്ത് നെറ്റിയിൽ പുരട്ടുന്നത്. ഇത് നെറ്റിയിൽ പുരട്ടിക്കഴിഞ്ഞാൽ ത്രിദോഷങ്ങൾ മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർക്കിടക മാസ കഞ്ഞിയിലെ പ്രധാന ചേരുവയാണ് മുക്കുറ്റി. വയർ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉത്തമമാണ് മുക്കുറ്റി. എത്ര വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും 2 മുക്കുറ്റി എടുത്ത് അരച്ച് 1 സ്പൂൺ തേനും ചേർത്ത് അതിരാവിലെ കഴിച്ചാൽ എത്ര വിട്ടുമാറാത്ത ചുമയും മാറിക്കിട്ടും. മൂത്രക്കല്ലിനും മൂത്രക്കടച്ചിലിനും മുക്കുറ്റി എടുത്ത് അതിൻ്റെ ഇലയും വേരും സമമൂലം അരച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് മൂത്രക്കല്ല് മാറുന്നതിനും ഏറ്റവും നല്ലതാണ്. ശ്വാസതടസ്സം മാറുന്നതിന് മുക്കുറ്റിയിട്ട വെള്ളം തിളപ്പിച്ച് ആറി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ദശപുഷ്പത്തിൽപ്പെട്ട ഒരു പ്രധാനിയാണ് മുക്കുറ്റി. ഭൂമിയോട് ചേർന്ന് പരന്നു കിടക്കുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി. ഇതിന്റെ പൂവിന് മഞ്ഞ നിറമാണ്. ഏകദേശം 30 സെന്റിമീറ്റർ ഉയരത്തിൽ വളർന്ന് പ്രതലത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി. മുക്കുറ്റി സാധാരണ പൂത്ത് കാണുന്നത് മിഥുന കർക്കിടക മാസങ്ങളിലാണ്. ഇത് പറമ്പിൽ പരന്നു കിടക്കുകയും ധാരാളം പൂവുണ്ടാകുകയും ചെയ്യും. 30 സെന്റിമീറ്റർ ഉയരത്തിൽ ഒരു സ്റ്റമ്പ് പോലെ ഉയർന്ന് മഞ്ഞ പൂ ഉണ്ടാകും. തൊട്ടാൽ സാവധാനം വാടുന്നു. അത്തപ്പൂക്കൾ ഇടുന്നതിനും കർക്കിടക മാസത്തിൽ നെറ്റിയിൽ അരച്ചു പുരട്ടുകയും തലവേദന, നീർവീഴ്ച, വിളർച്ച, കാഴ്ചശക്തി എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണെന്നും പറയപ്പെടുന്നു. ചെട്ടിയാൻ, പഴുതാര, തേൾ, കടന്നൽ എന്നിവ കടിച്ചാൽ മുക്കുറ്റി സമമൂലം അരച്ച് മഞ്ഞൾ ചേർത്ത് പുരട്ടിയാൽ വിഷം ഇറങ്ങിപ്പോകും എന്നാണ് പറയപ്പെടുന്നത്. മൈഗ്രെയിൻ മാറുന്നതിനും തലവേദനയ്ക്കും മുക്കുറ്റി ചേർത്ത് കാച്ചിയ എണ്ണ വളരെ ഫലം കിട്ടുന്നുണ്ട്. നീരുള്ള സ്ഥലങ്ങളിൽ പുരട്ടിയാൽ നീര് മാറിക്കിട്ടും. അതായത് മുക്കുറ്റി കഷായം കുടിച്ചാൽ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് 30 മുക്കുറ്റി എടുത്ത് 20 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 15 ഗ്ലാസ് വെള്ളമാക്കി 1 മാസം രാവിലെ കുടിച്ചാൽ നിത്യ യൗവനം നിലനിർത്തുകയും മുഖകാന്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലൈംഗിക ശേഷിക്കും ഉറക്കക്കുറവിനും നാഡീ ഞരമ്പുകളുടെ ഉത്തേജനത്തിനും മുക്കുറ്റി വളരെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. മുക്കുറ്റിയിട്ട് വെള്ളം കുടിച്ചാൽ അൾസർ, ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും നല്ലതാണ്. മുക്കുറ്റിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. മുക്കുറ്റിയിട്ട് വെള്ളം കുടിച്ചാൽ രക്തം ശുദ്ധി വരും,
പ്രമേഹത്തിന് വളരെ നല്ലതാണ്. അത് സ്ഥിരമായി കുടിക്കുന്നതാണ് പ്രമേഹത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ പ്രമേഹം ഇത് കുടിക്കുന്നതോടൊപ്പം തന്നെ പ്രമേഹം ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യണം. ലൂസ് മോഷൻ മാറുന്നതിന്, അതായത് വയറിളക്ക രോഗം മാറുന്നതിന് 1 ഗ്ലാസ് തൈരിൽ 1 മുക്കുറ്റി എടുത്ത് സമമൂലം അരച്ച് അതിനകത്ത് ചേർത്ത് കഴിക്കുന്നത് വയറിളക്ക രോഗം പെട്ടെന്ന് മാറും. 2 മുക്കുറ്റി പറിച്ച് വൃത്തിയാക്കി സമമൂലം അരച്ച് ഉണ്ടയാക്കിയിട്ട് വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നത് കണ്ണിന്റെ കാഴ്ച വർദ്ധിക്കുന്നതിനും കുളിർമ കിട്ടുന്നതിനും തൊലിയുടെ ചുളിവ് മാറുന്നതിനും വളരെ നല്ലതാണ്. ഒട്ടേറെ ഔഷധ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി എന്നുള്ളത് മനസ്സിലായല്ലോ. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വ്യത്യസ്തമായ വിശേഷവുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.